മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്ലിംഗ് സംബന്ധമായിട്ടുള്ള വാർത്തകൾ പങ്കുവെക്കുന്ന നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആദ്യത്തെ അപ്ഡേറ്റായി പങ്കുവെക്കുന്നത് WWE ബാക്ക് സ്റ്റേജിൽ നിലവിൽ നടക്കുന്ന ചെറിയ ഒരു പ്രശ്നത്തെ സംബന്ധിച്ചാണ്. പ്രശ്നം ഇങ്ങനെയാണ്: WWE അവരുടെ തന്നെ റെസ്ലേഴ്സിൻ്റെ ഇടയിൽ നിന്നും സ്റ്റാഫുകളുടെ ഇടയിൽ നിന്നും പലതരത്തിലുള്ള സ്ക്രിപ്റ്റുകളും ന്യൂസുകളും മറച്ചു വെക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സമ്മർ സ്ലാമിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ട് സെത്ത് റോളിൻസ് വിജയിച്ചു വന്നത്, MITB ക്യാഷ് ഇൻ ചെയ്തത്, അത് കാണികൾക്കിടയിൽ ഒരു വലിയൊരു സർപ്രൈസ് മൊമെൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും റോസ്റ്ററിലുള്ള റെസ്ലേഴ്സിനും സ്റ്റാഫിനെയും സംബന്ധിച്ച് അത് വലിയ ഒരു ഞെട്ടലായിരുന്നു. കാരണം സെത്ത് റോളിൻസിന് ഇഞ്ചുറി ഉണ്ടെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്ക് സ്റ്റേജിലും അത്തരത്തിലുള്ള ഒരു വാർത്തകൾ തന്നെയാണ് അവർ പരസ്പരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഇഞ്ചുറി ആയിരുന്നു. പക്ഷെ അത് സ്റ്റാഫിന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ അവർ കൊണ്ടുപോയത്. നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു സർപ്രൈസ് മൊമെൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിലും എന്താണ് വിശ്വസിക്കേണ്ടത്, ഏതാണ് സത്യം എന്നുള്ളത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ സ്ക്രിപ്റ്റുകൾ മാറ്റുന്നതും അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും അതും കമ്പനിയിലെ ഒരു വിശ്വാസ്യത കുറയും എന്നുള്ളൊരു രീതിയിലുള്ള ഒരു അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെ ചൊല്ലി ബാക്ക് സ്റ്റേജിൽ സ്റ്റാഫുകൾക്ക് ഒരു ഡിസ്സാറ്റിസ്ഫൈ ഉണ്ട് എന്നുള്ളതും PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാണികളെ സംബന്ധിച്ച് സ്റ്റോറി കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക്, ന്യൂസുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് നമുക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു സെത്ത് റോളിൻസ് വന്നിട്ട് ആ ഒരു മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്ത മൊമെൻറ്റ്. പക്ഷേ സ്റ്റാഫുകളെ സംബന്ധിച്ച് അവർക്ക് ഇനി എന്ത് വിശ്വസിക്കണം എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടാണ് ആ ഒരു സമ്മർ സ്ലാം ഇവൻറ്റ് തന്നെ അവസാനിച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ് NXT ബ്രാൻഡിലെ റെസ്ലറായ ലോല വൈസ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ലോല വൈസ് എന്ന താരത്തിന് ഇപ്പോൾ 27 വയസ്സ് മാത്രമാണ് പ്രായം. എന്നാൽ NXTയിൽ ഇപ്പോൾ താരം കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു എന്നുള്ള ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. ലോല വൈസിനെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് നമുക്കൊരു റൂമർ കേൾക്കാൻ സാധിച്ചിരുന്നു. മെയിൻ റോസ്റ്ററിലേക്ക്, റോയിലേക്കോ സ്മാക്ഡൗണിലേക്കോ ഈ NXT താരത്തിൻ്റെ ഒരു കോളപ്പ് ഉടനെ പ്രതീക്ഷിക്കാമെന്നുള്ളത്. നിലവിൽ NXT വീക്കിലി എപ്പിസോഡിൽ തന്നെയാണ് ലോല വൈസ് ഉള്ളത്. കൂടാതെ AAA എന്ന് പറയുന്ന മെക്സിക്കൻ പ്രൊമോഷനിൽ അവിടെ പോയിട്ടും ആക്റ്റീവായിട്ട് താരം മത്സരിക്കുന്നുണ്ട്. ലോല വൈസ് എന്ന് പറയുന്ന താരം മെയിൻ റോസ്റ്ററിലേക്ക് വന്നാൽ അവസരങ്ങൾ കിട്ടുമോ എന്നുള്ളത് ചോദ്യമാണ്. കാരണം മെയിൻ റോസ്റ്ററിലെ വുമൻസ് ഡിവിഷൻ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ ലോല വൈസിനെ പോലെയുള്ള ഒരു താരം കൂടി വന്നാൽ ഒരു സ്പോട്ട് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സിറ്റുവേഷനാണ്. നിലവിൽ NXTയിൽ ഇപ്പോൾ താരം പോയിക്കൊണ്ടിരിക്കുന്നത് മിഡ് കാർഡ് സ്റ്റോറി ലൈനുകൾ ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതിൽ നിന്ന് മാറി NXTയിൽ തന്നെ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ്, NXT ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയൊക്കെ സ്വന്തമാക്കി വുമൻസ് ഡിവിഷനിൽ തന്നെ ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്ത് പിന്നീട് മെയിൻ റോസ്റ്ററിലേക്ക് വന്നാൽ ചിലപ്പോൾ താരം രക്ഷപ്പെട്ടേക്കാം. എന്തായാലും ലോല വൈസ് NXT ഇപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അടുത്ത് ഡാമിൻ പ്രീസ്റ്റുമായിട്ടുള്ള ലോല വൈസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഇരുവരും ഡേറ്റിങ്ങിലാണ്, ഇഷ്ടത്തിലാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ താരത്തെ എന്തായാലും പിടിച്ചു നിർത്താനായിരിക്കും മാനേജ്മെൻറ്റ് ശ്രമിക്കുകയുള്ളൂ. ഡെമിൻ പ്രീസ്റ്റിൻ്റെ ഒപ്പം പെയറാക്കിക്കൊണ്ട് മെയിൻ റോസ്റ്ററിൽ താരത്തെ ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ഉണ്ടോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ലോല വൈസിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, AAA എന്ന് പറയുന്ന മെക്സിക്കൻ ലുച്ച ലിബ്രെ കമ്പനി അത് WWE വാങ്ങി. ആ WWE വാങ്ങിയതിന് ശേഷം AAA നടത്താൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ഷോയാണ് ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന ഷോ. ഈ ഞായറാഴ്ചയാണ് ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന ഷോ നടക്കുന്നത്. മെയിൻ റോസ്റ്ററിലെ ഒട്ടനവധി താരങ്ങൾ അടക്കം ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ WWE ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അതിൻ്റെ ഒരു ലൈവ് സ്ട്രീമിങ് ആരാധകർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കും രാവിലെ മുതൽ പതിവ് പോലെ WWE ഷോസൊക്കെ കാണുന്നത് പോലെ ഇത് ലൈവായി കാണാൻ സാധിക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മെക്സിക്കോയിലായതുകൊണ്ട് തന്നെ സമയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു ലൈവ് സ്ട്രീമിങ് ഈ WWE നിലവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫിൻ ബാലർ, JD മക്ഡോണ, റഗൽ റോഡ്രിഗസ്, റോക്സിനി പെരസ്, ഡൊമിനിക് മെയ്സ്റ്റീരിയോ, ഡ്രാഗൻ ലീ, എൽ ഗ്രാൻഡ് അമേരിക്കാനോ, അതുപോലെ തന്നെ നിലവിലെ AAA ടാഗ് ടീം ചാമ്പ്യന്മാരായ ഏഞ്ചൽ, ഹുംബർട്ടോ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി റെസ്ലേഴ്സ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിടിലൻ ഷോ ആണ് WWE വാങ്ങിയതിനു ശേഷം ട്രിപ്പിൾ മാനിയ എന്ന
ഒരു ഷോയിലൂടെ ട്രിപ്പിൾ എ നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ അപ്ഡേറ്റ് WWE സെപ്റ്റംബർ മാസത്തിൽ വലിയൊരു പ്രീമിയം ലൈവ് ഇവൻ്റ് തിരികെ കൊണ്ടുവരാൻ പോകുന്നു. WWE പെട്ടെന്ന് ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് ഈ വർഷവും നടത്താനാണ്, അതും സെപ്റ്റംബർ മാസത്തിൽ, അടുത്ത മാസത്തിൽ നടത്താനാണ് WWE പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഈ ഇവൻറ്റിലെ മാർക്കി മത്സരം, മെയിൻ ഇവൻ്റ് മത്സരമായിട്ട് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സിന തമ്മിലുള്ള മത്സരം നടത്താനാണ് നിലവിൽ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു റൂമർ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സിന തമ്മിലുള്ള മത്സരം ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വെച്ച് നടത്തുന്നതിൻ്റെ മറ്റൊരു മുഖ്യമായിട്ടുള്ള ഒരു കാരണം, ഇതേ ദിവസം, അതായത് നിലവിൽ ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് അവർ പ്ലാൻ ചെയ്യുന്നത്, അമേരിക്കൻ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 20-ാം തീയതിയാണ്. ഇന്ത്യൻ ഒരു ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21, അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ AEWൻ്റെ ഓൾ ഔട്ട് എന്ന് പറയുന്ന ഷോ കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻ്റ് ഇതേ ഒരു ഡേറ്റിൽ വെച്ച് WWE നടത്താൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ AEWന് എതിരെ ഒരു കൗണ്ടർ ഷോ ആയി മെയിൻ റോസ്റ്റർ പ്രീമിയം ലൈവ് ഇവൻ്റ് തന്നെ പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ AEW നല്ലൊരു കോമ്പറ്റീഷൻ WWEന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് WWE മാനേജ്മെൻറ്റ് മനസ്സിലാക്കി എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല, ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺസിന തമ്മിലുള്ള ഒരു മത്സരം ഞാനടക്കം പലരും വിചാരിച്ചത് ജോൺസിനയുടെ കരിയറിലെ അവസാന പ്രീമിയം ലൈവ് ഇവൻ്റ് മത്സരമാക്കിയിട്ട് നടത്തുമെന്നാണ്. എന്നാൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ സെപ്റ്റംബർ മാസത്തിലെ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മാർക്കി മാച്ചായിട്ട് ഈ ഒരു ഡ്രീം മാച്ച്, ലാസ്റ്റ് ടൈം എവർ മാച്ച് നടത്താനാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺസിന തമ്മിലുള്ള മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.